വിമർശനം ശരിയാകണില്ല. നബി പറഞ്ഞു ഇതെന്ത് വിമർശന, ഇങ്ങനെ വിമർശിക്കല്? അങ്ങനല്ല, അല്ല സ്ട്രോങ്ങിൽ വിമർശിക്കണം. ആരാ പറഞ്ഞത്? ലോകൈക ഗുരു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആ സന്ദർഭത്തില് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എണീറ്റു. അന യാ റസൂലല്ലാഹ്, ഞാൻ നബി, ഞാൻ വിമർശിച്ചാണ്. നബി ചോദിച്ചു, താങ്കൾ എങ്ങനെ വിമർശിക്കാൻ പോണത്? ആ സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, നമ്മൾ മൃഗത്തിന്റെ തോലുരിക്കാറില്ലേ, അതുപോലെ ഞാൻ ഇങ്ങനെ ഉണ്ടായി കീറി വെക്കും നബിയെ, പറിച്ചിക്കും നബിയെ. ആ മൃഗത്തിന്റെ തോലിരിക്കുന്നത് പോലെ ഖുറൈശികളെ ഞാൻ ഉരിച്ചു മാറ്റും നബിയെ. ഇത് കേട്ടപ്പോ നബി തന്നെ കിട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. നബി പറയാ, അബൂബക്കറിനോടൊന്ന് ചോദിച്ചേക്ക്, കാരണം ഞങ്ങളൊക്കെ ഈ ഖുറൈശികളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാ, നീ കീറുമ്പോ ഞങ്ങളും കീറിപ്പോകരുത്, നീ തൊലിരിക്കുമ്പോ ഞങ്ങൾ പെട്ടോലെ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനോടൊന്ന് ചോദിക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയാം, ഞാൻ ചോദിച്ചിട്ടാ നബി വന്നതല്ലേ, ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഖുറൈശികളെ വിമർശിക്കുമ്പോ നിങ്ങളതിൽ പെട്ടുപോകുമോ എന്നോർത്ത് പേടിക്കേണ്ട നബിയെ. നേരെ മറിച്ച് ഒരു നെയ്യിലേക്ക്, ഒരു നെയ്പാത്രത്തിലേക്ക് ഒരു മുടി വീണാൽ എത്ര ലളിതമായി ഇതിനെ ഊരിയെടുക്കുമോ അത്രയും ലളിതമായി അതിനിടയിൽ നിന്ന് ഞാൻ താങ്കളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരെ അതിൽ നിന്ന് ഊരിമാറ്റും നബിയെ, അങ്ങ് പേടിക്കേണ്ട നബിയെ. ആ രൂപത്തിൽ ശക്തിയായി ഞാൻ വിമർശിക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയായ മസ്ജിദ് നബവി, ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പള്ളികളിൽ രണ്ടാം സ്ഥാനമുള്ള മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയിൽ പ്രവാചകന്റെ പാദസ്പർശമേറ്റ് പവിത്രമായ പ്രവാചകന്റെ മിമ്പർ, ആ മിമ്പറിലേക്ക് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ റസൂലിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കേറൂ മിമ്പറിലേക്ക്. കേറിയിരിക്കും മിമ്പറിലേക്ക്, റസൂലിനെ കേറ്റിയിരുത്തി മിമ്പറിലേക്ക്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ഈ ഹസ്സാനെ ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണേ അല്ലാഹ്. ഈ ഹസ്സാൻ വിമർശിക്കാൻ പോവുകയാണ്, ഈ ഹസ്സാനെ ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണേ അല്ലാഹ്. റസൂലുള്ളാഹി ഒഴിഞ്ഞു കൊടുത്ത എന്താണ്? മിമ്പർ. എന്തിനാ? വിമർശിക്കാൻ. ആരെ? ഖുറൈശികളെ. ജമാഅത്തുകാരൻ പറയാ, അത് പറ്റൂല, അത് പറ്റൂല. പിന്നെന്താ ചെയ്യേണ്ടത്? ജമാഅത്തുകാരൻ പറഞ്ഞതറിയോ? എന്താ പറഞ്ഞതറിയോ? ഇപ്പൊ മുടിക്കച്ചവടക്കാരൻ മൊയ്ലാര്, നമ്മുടെ ബൂക്കർ മൊയ്ലാര്, ആ മൊയ്ലാർ ഇങ്ങനെ വന്നു വിചാരിക്കുക, മുടിയായിട്ട് വരിക. അപ്പൊ എങ്ങനെയാ? ജമാഅത്തുകാരൻ പറയട്ടെ, എങ്ങനെയാ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? ജമാഅത്തുകാരെ പറഞ്ഞുതാ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇവിടെ മുടിക്കച്ചവടമായിട്ട് മൊയ്ലാർ വന്നിരിക്കണം, എന്താ ചെയ്യേണ്ടത്? അപ്പൊ ജമാഅത്തുകാരൻ പറയാ, നിങ്ങൾ വാദം സംഘടിപ്പിക്കണം. എന്താ വാദം? ഇപ്പൊ നമ്മുടെ നാട്ടില് സക്കാഫികൾ വിഷയമൊക്കെ നടല്ലേ, നിങ്ങളിടല്ലേ? പണ്ട് പരലോകം, മഹ്ശറ, നബിയുടെ തൃക്കല്യാണം എന്നൊക്കെയാണ് പണ്ടത്തെ വാദിന്റെ വിഷയങ്ങൾ. ഇപ്പോഴോ കാന്തപുരവും മർക്കസും. ഇന്ന